السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، فقد قال سبحانه وتعالى: بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. وقال النبي صلى الله عليه وسلم: رب صائم ليس له من صيامه إلا الجوع أو كما قال عليه الصلاة والسلام. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കബൂലാക്കുമാറാകട്ടെ. പരിശുദ്ധമായ റമളാൻ വരുന്നതിന് മുമ്പ് ശഅബാനിൽ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കി, പരിശുദ്ധ റമളാൻ വരുന്നതിന് മുമ്പായി നാം നമ്മുടെ മനസ്സിനെ ശുദ്ധിയാക്കേണ്ടതുണ്ട്. കണക്കില്ലാതെ കരുണ വർഷിക്കപ്പെടുന്ന, പാപങ്ങൾ ധാരാളമായി മാപ്പാക്കപ്പെടുന്ന മാസമാണ് റമളാൻ എന്നുള്ളത്. ആ റമളാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കാതെ, പാപങ്ങൾ മാപ്പാക്കപ്പെടാതെ, റമളാൻ്റെ പ്രയോജനം പോലും ലഭിക്കാതെ നഷ്ടവാളികളായി തീരുന്ന ആളുകളെ പറ്റിയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം മനസ്സിലാക്കിയത്. അതുപോലെ നോമ്പിൻ്റെ പ്രയോജനത്തെ തന്നെ ഇല്ലാതെയാക്കി കളയുന്ന, നോമ്പ് വെറും വിശപ്പ് സഹിക്കൽ മാത്രമാക്കി തീർക്കുന്ന ഏതാനും ചില ദുർഗുണങ്ങളുണ്ട്. ആ ദുർഗുണങ്ങൾ നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ നോമ്പിൻ്റെ പ്രയോജനം തന്നെ ഇല്ലാതെയായി പോകുന്നതാണ്. ആ ദുർഗുണങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം മനസ്സിലാക്കാൻ പോകുന്നത്. ആ ദുർഗുണങ്ങൾ പരിശുദ്ധമായ ശഅബാനിൽ തന്നെ നാം ഇല്ലാതെയാക്കേണ്ടതുണ്ട്. അതിനെ കുറച്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതല്ല എങ്കിൽ റമളാൻ വരുമ്പോൾ നോമ്പുകാരായിരിക്കവേ ആ ദുർഗുണങ്ങൾ നമ്മൾ ഉണ്ട് എങ്കിൽ നമ്മുടെ നോമ്പ് വെറും പട്ടിണി കിടക്കൽ മാത്രമായി തീരുന്നതും അതുകൊണ്ടുള്ള യഥാർത്ഥ പ്രയോജനങ്ങൾ കരസ്ഥമാക്കാൻ പറ്റാതിരിക്കുന്നതുമാണ്. അത് കാരണമായി അള്ളാഹുവിൽ നിന്നുമുള്ള കരുണ നഷ്ടപ്പെട്ടു പോകുന്നതും അള്ളാഹുവിൽ നിന്നുമുള്ള വാത്സല്യത്തിൻ്റെ നോട്ടത്തിൽ നിന്നും നാം വിദൂരമായി പോകുന്നതുമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പരദൂഷണം, ഏഷണി, അപരാധം, കളവ് പറയൽ, പരിഹസിക്കൽ, ഇങ്ങനെ തുടങ്ങിയുള്ള മോശമായ പ്രവർത്തനങ്ങൾ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുകയും മറ്റുള്ളവരുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ മറ്റൊന്നും ലഭിക്കുന്നതല്ല, നോമ്പിൻ്റെ യഥാർത്ഥ പ്രയോജനം അവർക്ക് കരസ്ഥമാകുന്നതല്ല. അവർ പട്ടിണി കിടക്കുന്നു, പക്ഷേ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം അവർക്ക് കരസ്ഥമാകുന്നതല്ല. അതെങ്ങനെയുള്ള ആളുകളാണ്? അവർ പരദൂഷണം പറയുന്നവരാണ്, അവർ ഏഷണി പറയുന്നവരാണ്, അവർ അപരാധം പറയുന്നവരാണ്, നോമ്പുകാരനായിരിക്കവേ മറ്റുള്ളവരുടെ മനസ്സിനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്നവരാണ്. ഈ പ്രവർത്തനങ്ങൾ കാരണമായി അവന് നോമ്പിൻ്റെ യഥാർത്ഥമായ പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതും അള്ളാഹുവിൻ്റെ വാത്സല്യത്തിൻ്റെ കരുണയുടെ നോട്ടത്തിൽ നിന്നും വിദൂരമായി പോകുന്നതുമാണ്. റമളാൻ മാസത്തിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ ലഭിച്ചിട്ടില്ല എങ്കിൽ അവൻ എത്ര വലിയ നഷ്ടവാളിയാണെന്ന കാര്യം നാം ചിന്തിച്ചാൽ മതി. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുക എന്നുള്ളത് ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരിക്കലും ഒരു വിശ്വാസി മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുന്നവനാകുന്നതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗീബത്തിനെ പറ്റി, പരദൂഷണത്തെ പറ്റി പറഞ്ഞിരിക്കുകയുണ്ടായി. ഒരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം മറ്റൊരാളോട് പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയുന്നത്. അതവനിലുള്ള കാര്യമാണെങ്കിലും, ഒരാൾ ചെയ്ത മോശമായ കാര്യം, ഒരാളിലുള്ള മോശമായ കാര്യം മറ്റുള്ളവർ അറിയുന്നത് അവന് ഇഷ്ടമില്ല എങ്കിൽ അതിനെ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് ഗീബത്താണ്, പരദൂഷണമാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയുണ്ടായി. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരദൂഷണം പറയുന്നതിനെ ശക്തമായ രീതിയിൽ വിലക്കുന്നുണ്ട്. അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ അറിയിച്ചിരിക്കുകയുണ്ടായി: വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദാ, നിങ്ങൾ ആരും നിങ്ങളുടെ സഹോദരനെ പറ്റി ഗീബത്ത്, പരദൂഷണം പറയാൻ പാടില്ല. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സഹോദരൻ്റെ
പച്ച മാംസം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അഥവാ ഗീബത്ത് പറയുക, സഹോദരനെ പറ്റി മോശമായ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയുക എന്നുള്ളത്, പരദൂഷണം പറയുക എന്നുള്ളത് ആ സഹോദരൻ്റെ പച്ച മാംസം കഴിക്കുന്നതിന് തുല്യമാണ്. അതാരും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല ഒരാളുടെ പച്ചമാംസം കഴിക്കുക എന്നുള്ളത്. അതേപോലെ വെറുക്കപ്പെടേണ്ട കാര്യമാണ് മറ്റുള്ളവരെ പറ്റി പരദൂഷണം പറയുക എന്നുള്ളത് എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഈ ആയത്തിൻ്റെ തുടക്കഭാഗം പരിശോധിക്കുകയാണെങ്കിൽ ഒരാൾ പരദൂഷണത്തിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗത്തെ അള്ളാഹു അറിയിച്ചിരുന്നുണ്ട്. എങ്ങനെയാണ് ഒരാൾ മറ്റൊരാളെ പറ്റി പരദൂഷണം പറയുന്നത്? ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു തആല 2 മോശമായ ദുർഗുണങ്ങളെ ഉപേക്ഷിക്കാനായി പറയുന്നു. ആ 2 ദുർഗുണങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ പരദൂഷണം പറയുന്ന ശീലം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ഒന്ന്, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദ-ളന്നി ഇസ്മുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, നിങ്ങൾ ഊഹാഭോഗത്തെ ഉപേക്ഷിക്കുക. ഒരാളെപ്പറ്റി ഇങ്ങനെ ചിന്തിക്കുക, ഒരാളെപ്പറ്റി ഇങ്ങനെ ഊഹിക്കുക, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കുക. എല്ലാവരെയും പറ്റി നല്ലത് മാത്രം ചിന്തിക്കുക. ഒരാൾക്ക് 99 കുഴപ്പമുണ്ടെങ്കിൽ അവന് ഒരു നന്മയുണ്ടാകും. ആ നന്മയെ നാം കാണണം. നമ്മൾ മറ്റുള്ളവരുടെ നന്മയിലോട്ട് നോക്കുന്നവരും സ്വന്തത്തിൻ്റെ തിന്മയിലോട്ട് നോക്കുന്നവരുമായി തീരണം. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, നിങ്ങൾ ഊഹങ്ങളെ ഉപേക്ഷിക്കുക. കാരണം അധിക ഊഹങ്ങളും കളവാണ്. അതുകൊണ്ട് മറ്റൊരാളെ പറ്റി ഊഹിക്കുമ്പോൾ, മറ്റൊരാളെ പറ്റി മോശമായ ചിന്തകൾ ഉണ്ടാകുമ്പോൾ അവനെപ്പറ്റി ഗീബത്ത്, പരദൂഷണം പറയുന്നവരായി തീരും. അതുപോലെ ഈ ആയത്തിൽ അള്ളാഹു പറഞ്ഞ മറ്റൊരു കാര്യമാണ് വലാ തജസ്സസു. നിങ്ങൾ മറ്റൊരാളെ പറ്റി ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ഒരാളെപ്പറ്റി നല്ലത് വിചാരിക്കണം. അവനിൽ എന്തെങ്കിലും മോശമായ കാര്യം കണ്ടാൽ അതിനെപ്പറ്റി ചുഴിഞ്ഞന്വേഷിക്കാൻ പാടില്ല. ഒരാളുടെ എന്തെങ്കിലും ന്യൂനത മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെല്ലാവരോടും ചോദിക്കുക, എല്ലാവരോടും അതിനെ ചർച്ചാ വിഷയമാക്കുക. ഈ രീതിയിൽ അവൻ്റെ ന്യൂനതകളെ ചുഴിഞ്ഞന്വേഷിക്കുകയും ആ ന്യൂനതകളുടെ പിന്നാലെ പോകാനും പാടില്ല. നേരെ മറിച്ച് ഒരു മുസ്ലിമിൻ്റെ ന്യൂനതയെ മറച്ചു വെക്കാനാണ് മറ്റൊരു മുസ്ലിം പരിശ്രമിക്കേണ്ടത്. ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ന്യൂനതയെ മറച്ചു വെക്കുകയാണെങ്കിൽ പരലോകത്ത് അള്ളാഹു അവൻ്റെ ന്യൂനതയെ മറച്ചു വെക്കുന്നതാണെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ 2 ദുർഗുണങ്ങൾ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ധാരാളമായി പരദൂഷണം പറയുന്ന അവസ്ഥയിൽ ആയിത്തീരുന്നതാണ്. അതുകൊണ്ട് പരദൂഷണം പറയുന്നത് കുറയ്ക്കാനായി ആദ്യമായി ഈ 2 ദുർഗുണങ്ങളെ നാം ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിനായി പോയപ്പോൾ ചില ആളുകൾ ഇരുമ്പിൻ്റെ നഖങ്ങൾ കൊണ്ട് അവരുടെ മുഖങ്ങളും നെഞ്ചുകളും കീറുന്നതായി കണ്ടു. അവരത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇവരാരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇവർ ദുനിയാവിൽ വെച്ച് പരദൂഷണം പറഞ്ഞു നടന്ന ആളുകളാണ്. ഈ രീതിയിൽ വലിയ ശിക്ഷ പരദൂഷണം പറഞ്ഞ ആളുകൾക്ക് പരലോകത്ത് ഉണ്ടാവുന്നതാണ്. അതുപോലെ ഏഷണി എന്ന സ്വഭാവം അതും നാം ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് റമദാൻ വരുന്നതിന് മുമ്പ് ഏഷണി പറയുന്ന ആളുകളാണെങ്കിൽ ആ സ്വഭാവത്തെ റമദാന് മുമ്പ് വർജിക്കേണ്ടതുണ്ട്. 2 പേരുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കാനായി ഇവിടത്തെ കാര്യം അവിടെ പറയുക, അവിടത്തെ കാര്യം ഇവിടെ പറയുക, അതിനാണ് ഏഷണി എന്ന് പറയുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ഏഷണി പറയുന്ന ഒരാൾ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതല്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷ അനുഭവിക്കുന്ന ഒരു ഖബറിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ആൾ ശിക്ഷ അനുഭവിക്കുന്നത് അവൻ ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളായതുകൊണ്ടാണ്. അള്ളാഹുവിൻ്റെ കരുണ കൊണ്ട് കണക്കില്ലാതെ ആളുകളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധ റമദാൻ എന്നുള്ളത്. ആ റമദാനിൽ പോലും നരകത്തിൽ നിന്നുമുള്ള മോചനം തടയപ്പെടാൻ കാരണമാവുന്ന ഒരു പ്രവർത്തനമാണ് ഏഷണി പറഞ്ഞ് നടക്കുക എന്നുള്ളത്. അതുപോലെ ആരെയും നാം പരിഹസിക്കാൻ പാടില്ല. തമാശക്ക് പോലും ആരെയും പരിഹസിക്കാൻ പാടില്ല. കാരണം നമ്മൾ തമാശക്കായിരിക്കും പരിഹസിക്കുന്നത്. പക്ഷേ പരിഹസിക്കപ്പെടുന്ന ആളുടെ മനസ്സിൽ അത് കാരണമായി വേദനയുണ്ടാവുകയാണെങ്കിൽ, പരിഹസിക്കപ്പെടുന്ന ആളുടെ മനസ്സ് അത് കാരണമായി വിഷമിക്കുകയാണെങ്കിൽ പരിഹസിക്കുന്നവന് അള്ളാഹുവിൽ നിന്നും വലിയ ശിക്ഷ ലഭിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും അവൻ തടയപ്പെട്ടു പോകാൻ കാരണമാവുന്നതാണ്. മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിവായ ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി തൻ്റെ സഹോദരനായ മറ്റൊരു വ്യക്തിയെ പരിഹസിക്കുക എന്നുള്ളത് അവൻ ഏറ്റവും വലിയ മോശക്കാരനായി തീരാനും നഷ്ടവാളിയായി തീരാനും മതിയായ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരിക്കുകയുണ്ടായി, നിങ്ങൾ ആരും പരസ്പരം പരിഹസിക്കാൻ പാടില്ല. ഒരു രീതിയിലും പരിഹസിക്കാൻ പാടില്ല. നോട്ടം കൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും പ്രവർത്തനം കൊണ്ടാണെങ്കിലും മറ്റൊരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, മറ്റൊരാളുടെ മനസ്സിൽ വിഷമമുണ്ടാക്കുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസുകളിലൂടെയും നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ അപരാധം, കളവ് ആരെ പറ്റിയും പറയാൻ പാടില്ല. നമ്മുടെ നാവിനെ കളവിൽ നിന്നും നാം സംരക്ഷിക്കേണ്ടതുണ്ട്.
നോമ്പ് നോറ്റുകൊണ്ട് കളവ് പറയുന്നവരാണെങ്കിൽ നോമ്പിൻ്റെ ഒരു പ്രയോജനം അവർക്ക് ലഭിക്കുന്നതല്ല. നോമ്പ് നോറ്റുകൊണ്ട് മറ്റുള്ളവരെ പറ്റി ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്നവരാണെങ്കിൽ നോമ്പ് കൊണ്ട് പട്ടിണിയല്ലാതെ മറ്റൊന്നും അവർക്ക് ലഭിക്കുന്നതല്ല. നോമ്പ് കൊണ്ടുള്ള പ്രയോജനം ലഭിക്കണമെങ്കിൽ എപ്രകാരം നമ്മുടെ വയറ് നോമ്പുകാരനാണോ അതുപോലെ ഓരോ അവയവങ്ങളെയും ഹറാമിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്നും നാവിനെ സൂക്ഷിക്കുക എന്നുള്ളത്. കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ടെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു അറിയിച്ചു തന്നു. എന്താണ് ശാപം എന്ന് പറയുകയാണെങ്കിൽ, ലഅനത്ത് എന്ന് പറയുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകും എന്നാണ്. അതുകൊണ്ട് കളവ് പറയുന്ന ആളുകൾ, മറ്റുള്ളവരെ പറ്റി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്ന ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ കരുണയിൽ നിന്നും വിദൂരമായി പോകുന്നതാണ്. കരുണ കണക്കില്ലാതെ വർഷിക്കപ്പെടുന്ന പരിശുദ്ധ റമളാനിൽ പോലും അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെടാൻ കളവ് പറയലും ഏഷണി പറയലും ഗീബത്ത് പരദൂഷണം പറയലും ഇല്ലാത്ത കാര്യം പറയലും കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് ഈ ശഅബാനിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം നാം നിയന്ത്രിച്ചു കൊണ്ടുവരണം. പരദൂഷണം പറയുന്നവരാണെങ്കിൽ പരദൂഷണം കുറച്ച് കൊണ്ടുവരികയും റമദാൻ ആകുമ്പോൾ അതിനെ ഇല്ലാതെയാക്കുകയും ചെയ്യണം. ഏഷണി പറയുന്നവരും കളവ് പറയുന്നവരും പരിഹസിക്കുന്നവരും അപരാധം പറഞ്ഞു നടക്കുന്നവരും റമദാൻ വരുന്നതിന് മുമ്പ് ഈ ശഅബാനിൽ അവരുടെ ആ ദുശ്ശീലത്തെ കുറച്ചു കൊണ്ടുവരികയും റമദാൻ ആകുമ്പോഴേക്കും അത് ഇല്ലാതെയാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്യേണ്ടതുണ്ട്. അതല്ല എങ്കിൽ റമദാൻ വന്നു കഴിഞ്ഞിട്ടും പരദൂഷണം, ഏഷണി, ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കൽ, മറ്റുള്ളവരെ പരിഹസിക്കൽ, കളവ് പറയൽ ഈ സ്വഭാവമുണ്ടെങ്കിൽ അവരുടെ നോമ്പ് കൊണ്ടുള്ള പ്രയോജനം നഷ്ടപ്പെട്ടു പോകുന്നതും അള്ളാഹുവിൻ്റെ കരുണ തടയപ്പെട്ടു പോകുന്നതും നരകത്തിൽ നിന്നും മോചിപ്പിക്കപ്പെടാത്ത അവസ്ഥയുണ്ടാവാൻ കാരണമായി തീരുന്നതുമാണ്. അവരെ പറ്റിയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയത്, എത്ര നോമ്പുകാരുണ്ട്, അവർക്ക് പട്ടിണിയല്ലാതെ നോമ്പ് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രീതിയിൽ നോമ്പ് നോൽക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.